രണ്ട് സ്നേഹം വേണം. സൈക്കോളജി പറയുന്നത് കേട്ടാ, പ്രേമത്തിന്റെ സൈക്കോളജി. രണ്ട് സ്നേഹം. ഒന്ന് ലവ് വിത്തൗട്ട് സെക്സ്, രണ്ട് ലവ് വിത്ത് സെക്സ്. എനിക്ക്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഈ രണ്ട് സ്നേഹവും അനുഭവിക്കുന്നുണ്ട്. എന്റെ ഒന്നാമത്തെ സ്നേഹത ലവ് വിത്തൗട്ട് സെക്സ്. അതെനിക്ക് എവിടുന്ന് കിട്ടും? എന്റെ മോള്, എനിക്കൊരു മോളുണ്ട്. എന്തൊരു സ്നേഹം എന്നറിയോ എന്നോട്. എന്നും രാവിലെ എണീച്ച് എന്നെ എത്തിരി നേരം കെട്ടിപ്പിടിച്ചിട്ട് അവർ എണീക്കുള്ളൂ. ഇതൊരു സ്നേഹം എന്നറിയോ. ഇപ്പൊ ഞാൻ ഇറങ്ങിയ ഫോണിലേക്ക് രണ്ട് വിളി വിളിച്ചിട്ടുണ്ടാവും, ഉപ്പ എപ്പോഴാ വരിക എന്ന് ചോദിച്ചിട്ട്. എന്റെ മോക്ക് എന്തൊരു സ്നേഹ. ലവ് വിത്തൗട്ട് സെക്സ്. എന്റെ ഉമ്മ എന്നെ തീറ്റിപ്പോറ്റി വലുതാക്കി. എന്റെ ഉമ്മക്ക് എന്നോട് ഭയങ്കര ഇഷ്ട. ഉമ്മക്ക് എന്തിഷ്ട? സെക്സാ, വിത്തൗട്ട് സെക്സ്. എന്റെ പെങ്ങള് ലവ് വിത്തൗട്ട് സെക്സ്. എന്റെ ഭാര്യ ലവ് വിത്ത് സെക്സ്. ഉണ്ടോ? അപ്പൊ എനിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കോ? നിങ്ങൾ പ്രായപൂർത്തിയായി, പക്ഷെ നിങ്ങൾക്ക് ഒരു സ്നേഹം കിട്ടുന്നുള്ളൂ. അതേതാ? ലവ് വിത്തൗട്ട് സെക്സ്. നിങ്ങൾ എന്ത് കൊതിക്കുന്നു? ലവ് വിത്ത് സെക്സ്. അതാണ് രണ്ടാമത്തെ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നോക്ക്. ഇതല്ലേ സ്നേഹം? അല്ലേ? ഇതല്ലേ സ്നേഹം? പ്രേമോ? അതാ. കണ്ടോ? കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു പെൺകുട്ടിയെ. കല്യാണം കഴിച്ച് പുതുക്കൊക്കെ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു. വൈകുന്നേരമായപ്പോ ഈ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, ഞാൻ നിങ്ങളെ ബാപ്പനെ പോലെയാണ് കാണുന്നത്. ഈ പെൺകുട്ടിനെ അയാളോട് നിർത്തില്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം എന്താ? അത് ലവ് വിത്തൗട്ട് സെക്സ് ആണ്. എന്തിനാ ഇയാള് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ലവ് വിത്ത് സെക്സ്? കണ്ടോ വ്യത്യാസം? കണ്ടോ? അപ്പൊ പ്രേമം എന്താ? പ്രേമിക്കുന്ന കുട്ടീനെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരും. ഞാൻ ചോദിക്കും, മോളെ നിനക്ക് അയാളോട് വേണ്ടാത്ത ചിന്ത ഉണ്ടോ? അങ്ങനെ എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറയും, അൽഹംദുലില്ലാ, അത് പ്രേമല്ല. പ്രേമാണെങ്കിൽ അവനോട് തോന്നണം, സെക്ച്വലി തോന്നണം. തോന്നാതെ എങ്ങനെ പ്രേമാവുക? അപ്പൊ നീ മോളെ ഒരു കാര്യം ചെയ്യ്, ഈ നാളെ മുതൽ വൈകുന്നേരം ബാപ്പക്ക് ഫോൺ ചെയ്താൽ മതി, വിത്തൗട്ട് സെക്സ്. പക്ഷെ ഇവളെന്തിനാ അവന് ഫോൺ ചെയ്യുന്നത്? വിത്ത് സെക്സ്. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞ കഥ എന്താ? നാം പോലും അറിയാതെ നാം ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോവാൻ സാധ്യതയുള്ള പ്രായമാണ് കൗമാരം. എങ്ങനെ? ഞാൻ പോലും അറിയാതെ ഞാൻ ചില പ്രശ്നത്തിൽ അകപ്പെട്ടു പോകും. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാർക്ക് 80% പ്രേമുണ്ടാവും. ഈ ഇരിക്കണമൊന്നും നോക്കണ്ട, മക്കനട്ടൊന്നും നോക്കണ്ട. ഞാൻ എന്നും കാണുന്നത് അങ്ങനത്തെ കുട്ടികളെ. 80% പ്രേമുണ്ടാവും. ഇപ്പൊ 3ാം ക്ലാസ് തുടങ്ങും പ്രേമം. ഉണ്ടാവും അല്ലേ? ഉണ്ട്. ആ ഓലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഞാൻ പറഞ്ഞേ? നമ്മൾ പോലും അറിയാതെ കൗൺസിലിങ്ങിന് വന്ന കുട്ടി പറയും, സാറേ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അങ്ങനെ ആയിപ്പോയി. എങ്ങനെ ആയിപ്പോണ്? അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? ചിന്ത, വികാരം, പ്രവൃത്തി. അപ്പൊ ആദ്യം കഴിഞ്ഞ കൊല്ലം, അതിന്റെ മുമ്പത്തെ കൊല്ലം ഐസക്കിന് വന്നാൽ മതിയിരുന്നു. അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇനിയോ ദാ നോക്ക്, കണ്ടോ? ഈ പ്രേമിക്കുന്ന ആൾക്കാർ ഭയങ്കര രസാ. കുറെ ദിവസം പ്രേമിക്കും. അപ്പൊ ചോദിക്കും, പ്രേമിക്കുമ്പോ ഇസ്ലാം എന്താ? തൊടാൻ പറ്റുമോ? പറ്റൂല. വർത്തമാനം പറയോ? പറ്റൂല. എന്നാലും സ്നേഹിച്ചൂടെ? മനസ്സെന്നല്ലേ? ഇതാ എഴുതി ചോദിച്ചെന്നല്ല അല്ലേ? എന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോ ഓരിങ്ങനെ വർത്താനൊക്കെ പോലെ സംസാരിച്ച് ഓൻ പറയും, ഞാനൊന്ന് തൊട്ട് വെക്കട്ടെ. അപ്പൊ പെൺകുട്ടി പറയും, വേണ്ട, പറ്റൂല. അപ്പൊ ആൺകുട്ടി പറയും, എന്നാ വേണ്ട, നിനക്ക് എന്നോട് ഒരു സ്നേഹവും ലേറ്റല്ലേ? വേണ്ടെങ്കിൽ വേണ്ട. അവൻ പിണങ്ങി, തെറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കറുത്ത ചെറുക്കനെ പറ്റി. അവനെ കാണാതായപ്പോ അവക്കുണ്ടായ വികാരം കണ്ടവങ്ങള് സെക്ഷൽ അടുപ്പാണ്. ഇനി ഈ പെൺകുട്ടിയുമായിട്ട് ഈ ആൺകുട്ടി തെറ്റിക്കഴിഞ്ഞ് 2 ദിവസമൊക്കെ തെറ്റിങ്ങനെ നടന്ന് 3ാമത്തെ ദിവസം ഈ പെൺകുട്ടിക്ക് തോന്നും, ഇവനോട് വർത്താനം പറയാനിട്ട് ഒരു രസമില്ല. അപ്പൊ 3ാമത്തെ ദിവസം ഈ പെൺകുട്ടി അങ്ങോട്ട് ചെന്നിട്ട് കൈ വെച്ചെടുത്ത് പറയും, എന്നാ ഒന്ന് തൊട്ടോ. അപ്പൊ അവൻ പറയും, തൊടാൻ പറ്റുമോ? പിണങ്ങി ഇങ്ങനെ നടക്കണ്ടാവും, തൊട്ടോ, ഒന്ന് തൊടും. അത്ര മതി. തൊടലായി. അപ്പൊ അവളിങ്ങനെ സമാധാനിക്കും. അങ്ങനൊക്കെ തൊട്ടാപ്പ് ഇസ്ലാമെന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇസ്ലാം നമുക്ക് സൗകര്യമുള്ള മാതിരിയാണല്ലോ. അങ്ങനെ കുറച്ച് ദിവസം ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകും. അവൻ കുറച്ചു നേരം കഴിഞ്ഞ് ചോദിക്കും, എനിക്കൊരു ഉമ്മ തരുമോ? ഇത് പറയുമ്പോ എന്തൊരു മാനക്കട, എന്തെങ്കിലും വെച്ച് എറിഞ്ഞൂടും ഞാൻ അങ്ങോട്ട്. അപ്പോ നമ്മൾ പറയും, ഉമ്മേ അതൊന്നും പറ്റൂല. അവൻ പിണങ്ങി. അവളിങ്ങനെ കുറെ ആലോചിക്കും, പിണങ്ങിയെടുക്കും. 2 ദിവസം കഴിയുമ്പോൾ പറയും, ഇവിടെ ചെറിയ
ചെറിയൊരു ഉമ്മ നിൽക്കുന്ന ഉമ്മയായി. ഇനി അവൻ ഓരോരോ ഡിമാൻഡ് ഇങ്ങനെ പറയും. ആ ഡിമാൻഡൊക്കെ അവൾ ഇങ്ങനെ ചെയ്തു കൊടുക്കും. എന്നിട്ട് പിന്നെ കുറെ ഫോട്ടോയും അയച്ചു കൊടുക്കും. തട്ടട്ടതും ഇടാത്തതും, ചുരിദാർ ഇട്ടതും ഇടാത്തതും. അവസാനം അതിലാണ്ട് പെട്ടിട്ട് പിന്നെന്ത് ചെയ്യും? അവൻ പിണങ്ങാതിരിക്കാൻ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ഒരു പെണ്ണിന്റെ മാനം പോലും ആ പുരുഷന് മുന്നിൽ അടിയറ വെച്ച് കൗൺസിലിങ്ങിന് വന്ന് കരയും. വൃത്തികെട്ട പെണ്ണ്, നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വ്യഭിചരിച്ചു വന്നേക്കുക. വൃത്തികെട്ടവൾ. ഇസ്ലാമിന്റെ വിധിയല്ലേ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? പ്രേമം ഈസ് ഈക്വൽ ടു വ്യഭിചാരം. അതാ ഇസ്ലാം. നിങ്ങൾക്ക് ആ വിധിയല്ലേ കേൾക്കണ്ടേ? കേട്ടോ, പ്രേമം ഈസ് ഈക്വൽ ടു വ്യഭിചാരം. ഇനി ആർക്കാ പ്രേമിക്കണ്ടേ? പ്രേമിച്ചോ. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം. സംസാരിച്ചു, കണ്ടു, തൊട്ടു, എന്താക്ക് വേണ്ട? പോയി വ്യഭിചരിക്ക്, എന്നിട്ട് തിരിച്ചു വാ. എന്നിട്ട് എല്ലാ പെൺകുട്ടികളും സൂറത്ത് നൂർ എടുത്ത് വെച്ചൊന്ന് ഓതി നോക്കണേ. സൂറത്ത് നൂറിന്റെ ആദ്യത്തെ ആ ഭാഗത്ത് തന്നെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല വെല്ലുവിളിക്കുന്നു വൃത്തികെട്ട സ്ത്രീക്ക്. ഖുർആന്റെ ഭാഷ മ്ലേച്ഛമായ പെണ്ണിന് മ്ലേച്ഛമായ പുരുഷനെയും, മ്ലേച്ഛമായ പുരുഷന് മ്ലേച്ഛയായ പെണ്ണിനെയുമാണ് നാം തരിക. റബ്ബ പറഞ്ഞത്. വൃത്തിയട്ട പെണ്ണാണോ നിങ്ങള്? കല്യാണത്തിന്റെ തലേ ദിവസം 3 സിം കാർഡ് പൊട്ടിച്ച് ക്ലോസറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് ചെയ്തു പെൺകുട്ടി. 3 സിം കാർഡ്. എന്തിനാ ഈ പെൺകുട്ടിക്ക് 3 സിം കാർഡ്? ഞാൻ പറയണ്ടല്ലോ. എന്നിട്ട് ഈ പെൺകുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ബെഡ്മ കിടന്ന് ആലോചിക്കുക, എല്ലാരും ഞാൻ പറ്റിച്ച്, എനിക്കും കിട്ടിയൊരു ചെക്കനെ. പോട്ട കുട്ടി അല്ലേ? അവള് കെട്ടാൻ പോണ ചെക്കൻ തലേന്ന് കള്ള് കുടിച്ച് വന്നിട്ട് 10 സിം കാർഡാ പൊട്ടിച്ച് ക്ലോസറ്റിലിട്ടുണ്ടാവുക. ക്ലോസറ്റ് ബ്ലോക്കായി കിടക്കുക അവിടെ, സിം കാർഡും ഉണ്ട്. അവനും ചിന്തിക്കും കട്ടുമ്പോ കിടന്ന് ഞാൻ എല്ലാരും പറ്റിച്ച്, എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടി. ഇവള് വിചാരിക്കും എനിക്ക് നല്ലൊരു ചെക്കനെ കിട്ടി. എന്നിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ട് എന്നോട് പറയും, സാറേ ആർക്കും അറിയില്ല ഓൻ കള്ളുടിക്കും. അപ്പൊ ഞാൻ ഓളോട് ചോദിക്കും, കോളേജിൽ പഠിക്കുമ്പോ നിനക്ക് പ്രേമുണ്ടേനോ? പിന്നെ സൂറത്ത് നൂർ ഇന്ന പഠിച്ച. അപ്പൊ അൽഹംദുലില്ലാ ഖുർആൻ തെറ്റിയില്ല, ഖുർആൻ തെറ്റിയില്ല. പ്രേമിക്കുന്ന പെൺകുട്ടികൾ ചിന്തിച്ചോ, നിങ്ങൾക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ശിക്ഷ എന്താണെന്നറിയോ? ആ ചെക്കനെ തന്നെ കല്യാണം കഴിക്കല. കാരണം എന്താ? നിങ്ങൾ ചെയ്ത തെറ്റെന്താ? വ്യഭിചരിച്ചു. അവൻ ചെയ്ത തെറ്റോ? വ്യഭിചരിച്ചു. അപ്പൊ പിന്നെ രണ്ടും ശരിയല്ലേ? ഖുർആൻ പറഞ്ഞത് എന്താ? മ്ലേച്ഛമാണ് നീ, അവനോ മ്ലേച്ഛം.